യേശുവിൻ വചനത്തിനായി എൻ്റെ ജീവിതം പൂർണ്ണമായി നൽകും. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ അപ്പോസ്തലനായ അന്ത്രയോസ് അപ്പോസ്തലൻ്റെ തിരുനാളാണ് സഭാമാതാവ് ഇന്ന് ആഘോഷിക്കുന്നത്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുവിൻ്റെ വിളിയുമായി ബന്ധപ്പെടുത്തിയാണ്. യേശു ഗലീലി കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ ആരംഭം. വളരെ കൃത്യമായി ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയാൽ യേശു ഗലീലി കടൽ തീരത്ത് കൂടിയാണ് നടക്കുന്നത്. ഈ ശിഷ്യന്മാർ വലയെറിയുന്നത് കടൽ തീരത്ത് വെച്ചാണ്. പക്ഷേ വലയെറിയേണ്ടത് വഞ്ചി തുഴഞ്ഞ് അകത്ത് കടലിൻ്റെ ആഴത്തിൽ ചെന്നാണ്. സാധാരണ മീൻപിടുത്തക്കാരൊക്കെ അങ്ങനെയാണ് മീൻ പിടിക്കാറുള്ളത്. അങ്ങനെ കരയിൽ നിന്നൊന്നും സാധാരണഗതിയിൽ ആരും വലയിട്ട് മീൻ പിടിക്കാറില്ല. അത്ര മോശപ്പെട്ട കഴിവില്ലാത്ത മീൻപിടുത്തക്കാരൊന്നും അല്ല പത്രോസും അന്ത്രയോസൊക്കെ. ആഴക്കടലിൽ ചെന്ന് മീൻ പിടിക്കാൻ കഴിവുള്ളവർ തന്നെയാണവർ. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ കടൽ തീരത്ത് വെച്ച് വലയെറിഞ്ഞ് മീൻ പിടിച്ച് കാത്തിരുന്നു? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇതിനകത്ത് ഇവരുടെയൊക്കെ ഒരു സ്വപ്നമുണ്ട്. ഈ വഴിയരികിൽ ക്രിസ്തുവിനെ കാത്തിരുന്ന കുറേ മനുഷ്യരെ നമ്മൾ സുവിശേഷത്തിൽ കാണാറുണ്ട്. അന്ധനായ മനുഷ്യരൊക്കെ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗികൾ ക്രിസ്തുവിനെ വഴിയരികിൽ വെച്ച് കണ്ട് സൗഖ്യം പ്രാപിച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട്. സക്കേവൂസ് ക്രിസ്തുവിനെ ഒന്ന് കാണാൻ വേണ്ടി വഴിയരികിൽ കാത്തിരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ വഴിയരികിൽ ക്രിസ്തുവിനെ കാണാൻ വേണ്ടി അവസാനം ജെറുസലേം സ്ത്രീകൾ വരെ കാത്തിരുന്നതായി നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുമുണ്ട്. ഒത്തിരിയേറെ മനുഷ്യർ അവനെ കാണാൻ വഴിയരികിൽ കാത്തിരുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അടയാളങ്ങൾക്ക് വേണ്ടിയായിരുന്നു, ജീവിതത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു, അവനോട് അനുകമ്പ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ആഗ്രഹത്തോടു കൂടി വഴിയരികിൽ കുറേ മനുഷ്യർ കാത്തിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാർ ഇവിടെ നിൽക്കാൻ കാര്യം എന്താണ്? ആഴത്തിൽ മീൻ പിടിക്കാൻ പോകാതെ കടൽ തീരത്ത് വെച്ച് വലയെറിഞ്ഞ് അവർ നിന്നത് എന്തുകൊണ്ടായിരുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ആക്ടിംഗ് ആയിരുന്നു. അവർ ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി കേട്ട് കഴിഞ്ഞു, ഒത്തിരി മനസ്സിലാക്കി കഴിഞ്ഞു. അവരുടെ ആഗ്രഹം അത്ഭുതമല്ല, അവരുടെ ആഗ്രഹം അടയാളമല്ല, അവരുടെ ആഗ്രഹം മറ്റൊന്നും നേടാനോ സങ്കടം പറയാനോ വിലാപം പറയാനോ ഒന്നിനുമല്ല, മറിച്ച് അവൻ്റെ ശിഷ്യരായി തീരുക എന്നുള്ളതാണ്. അവൻ നടന്ന പാതയിലൂടെ നടക്കണം, അവനെപ്പോലെ ആയിത്തീരണം. അതുകൊണ്ട് നേരിട്ട് പറയാനൊരു മടിയാണ്. സങ്കടങ്ങളൊക്കെ ആണെങ്കിൽ വെറുതെ അങ്ങ് പറയാവുന്നല്ലേ ഉള്ളൂ. പക്ഷേ നിന്നെപ്പോലെ ആകാനും നിൻ്റെ പാത തുടരാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അവരെങ്ങനെ പറയും? അതുകൊണ്ട് ക്രിസ്തു ഗലീലി കടൽ തീരത്തു കൂടിയാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരവിടെ കാത്തു നിന്നതായിരിക്കണം. വെറുതെ അവരങ്ങനെ കാത്തു നിന്നു. അവർ വരുന്ന വഴിയിൽ ഒന്നും അറിയാത്തതുപോലെ വന്നപ്പോൾ ക്രിസ്തു അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, അവരെ അനുഗമിക്കാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ വലകൾ ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോയി. ഇതവർ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് അവർ വഴിവെക്കിൽ കാത്തിരുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവവിളി. ദൈവവിളി എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം തന്നെ ക്രിസ്തുവുമായി ഒന്നിക്കാനുള്ളൊരു അവസരമാണ്. അത് ദൈവം വിളിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഒരാൾ ആ വഴിയരികിൽ കാത്തു നിന്നു എന്നാണ് അതിൻ്റെ ആരംഭം. വഴിയരികിൽ കാത്തു നിൽക്കുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യ ആരംഭമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു വിളിച്ചു എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ. അന്ത്രയോസും പത്രോസും ആദ്യം വഴിയരികിൽ കാത്തു നിന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ജീവിതത്തിനിടയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ ഒരു ഇടപെടൽ ജീവിതത്തിലുണ്ടാകാൻ, അവൻ്റെ പാതയിൽ അവനോടൊപ്പം സഞ്ചരിക്കാൻ നാം വഴിയരികിൽ കാത്തു നിൽക്കണം. ഒരുപക്ഷെ ഈ പത്രോസും അന്ത്രയോസൊക്കെ ചെയ്ത പോലെ ഒരു ആക്ടിങ് ആയിരിക്കും. കാരണം അവൻ നമ്മളെ കാണണമല്ലോ, കണ്ടാലല്ലേ അവൻ സംസാരിക്കൂ. അവൻ കാണാൻ വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പേ അവൻ വരുന്ന വഴിയിലേക്ക് വെറുതെ അങ്ങ് കണ്ണു നട്ട് കാത്തു നിൽക്കുക. ആ വഴിയരികിൽ അവൻ വരാതിരിക്കില്ല. വന്നു കഴിയുമ്പോൾ അവൻ നമ്മളുടെയോട് സംസാരിക്കും, വരുന്നുണ്ടോ എന്ന് ചോദിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി ഇപ്പോൾ എന്തൊക്കെയാണോ കരുതിയിരിക്കുന്നത് അതെല്ലാം അങ്ങെടുത്ത് കളഞ്ഞിട്ട് നീ മാത്രം മതി കർത്താവേ എന്ന് പോകാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ദൈവവിളി, അതാണ് ശിഷ്യത്വം. പ്രിയമുള്ളവരെ, അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് തിരിഞ്ഞു പോലും നോക്കാതെ പോയ ഒരു ശിഷ്യനെ ഓർക്കുന്ന ദിവസമാണെന്ന്. പിന്നാലെ ഉപേക്ഷിച്ച് പോയതൊന്നും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഇന്ന് സഭ അവരെ ഏറ്റവും ഉയർത്തി കർത്താവിൻ്റെ അപ്പോസ്തലനായും സഭയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെയും ജീവിതം അങ്ങനെ മണ്ണോട് മണ്ണ് ചേർന്ന് പോകാനുള്ളതൊന്നുമല്ല. ക്രിസ്ത്യാനി എന്ന നാമധേയത്വം നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് കൊണ്ട് തന്നെ, ജ്ഞാനസ്നാനം സ്വീകരിച്ചത് കൊണ്ട് തന്നെ
ഒരു വഴിയരികിൽ കാത്തിരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവൻ വരുന്ന വഴികളിൽ അവൻ നമ്മളെ കാണാൻ വേണ്ടി, നമ്മോട് സംസാരിക്കാൻ വേണ്ടി വെറുതെ അങ്ങ് വല നന്നാക്കുന്ന പോലെയും വല എറിയുന്ന പോലെയൊക്കെ ആ തീരത്ത് നിൽക്കുക. അവൻ വരും, വരാതിരിക്കില്ലല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. ദുരിതമോ എന്തു വന്നാലും യേശുവിൻ വചനത്തിൽ ചരിക്കും. ആപത്തോ വാളോ എന്തു വന്നാലും യേശുവിനെ എന്നും ഘോഷിക്കും. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകമെന്നെ ക്രൂശിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട്. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സഹനത്തിൻ നടുവിൽ തള്ളപ്പെട്ടെന്നാലും യേശുവൻ കണ്ണീർ തുടയ്ക്കും. തടവറയിൽ ഞാൻ ഞെരുക്കപ്പെട്ടാലും യേശുവിനെ ഞാൻ സ്തുതിക്കും. യേശുവിൻ വചനത്തിനായി എൻ്റെ ജീവിതം പൂർണ്ണമായി നൽകും. യേശുവിൻ വചനത്തിനായി എൻ്റെ ജീവിതം പൂർണ്ണമായി നൽകും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും.